നമസ്കാരം. പ്രധാന വാർത്തകൾ. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് സമീപം അജ്ഞാതൻ മരിച്ച സംഭവം. ടാക്സി ഡ്രൈവർമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടാക്സി സ്റ്റാൻഡ് വളച്ചുകെട്ടി പ്രതിഷേധിച്ചു. ഒറ്റപ്പാലം ഷൊർണൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറണമെന്ന നഗരസഭാ നിലപാടിൽ പ്രതിഷേധിച്ച് ആവശ്യം തുടർന്നാൽ സർവീസ് നിർത്തിവെക്കുമെന്ന ഭീഷണിയുമായി സ്വകാര്യ ബസ് തൊഴിലാളികൾ. നവീകരിച്ച ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ഫെബ്രുവരി 11 പൂർണ്ണമായി തുറന്നുകൊടുക്കും. 2005 ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയായത് 2019. മണ്ണാർക്കാട് ദേശീയപാത നവീകരണത്തിൽ PWDയുമായി ഒത്തുകളിയെന്ന് ആക്ഷേപം. കോടതിപ്പടിയിലെ PWD ഓഫീസിനെ സംരക്ഷിച്ചാണ് പ്രവൃത്തിയെന്നും ആക്ഷേപം. പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. കരിമ്പുഴ സംരക്ഷണവുമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. ജലസംരക്ഷണത്തിനായി ജനകീയ കൂട്ടായ്മയിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാനൊരുങ്ങി ഗ്രാമപഞ്ചായത്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുളപ്പുള്ളിയിലെ ടാക്സി സ്റ്റാൻഡ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളഞ്ഞുകെട്ടി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം അജ്ഞാതൻ ടാക്സി സ്റ്റാൻഡിന് മുൻപിൽ വാഹനമിടിച്ച് കിടന്നപ്പോൾ ഡ്രൈവർമാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പൊതുമുതൽ ഉപയോഗിക്കാൻ മനുഷ്യത്വമില്ലാത്തവർക്ക് അവകാശമില്ല എന്ന ബോർഡും ഡിവൈഎഫ്ഐ സ്ഥാപിച്ചു. വ്യാഴാഴ്ചയാണ് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവം നടന്നത്. വാഹനമിടിച്ച് രക്തം വാർന്ന റോഡിൽ കിടന്നയാളെ ആശുപത്രിയിലെത്തിക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന ചിലർ മുന്നോട്ട് വന്നെങ്കിലും തൊട്ടടുത്തുള്ള ടാക്സി സ്റ്റാൻഡിലുണ്ടായിരുന്ന ഡ്രൈവർമാർ വരാൻ തയ്യാറായില്ലെന്നാണ് പരാതി. തുടർന്ന് ഇതുവഴി വന്ന വല്ലപ്പുഴ സ്വദേശിയുടെ കാറിലാണ് ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിച്ചത്. പരിക്കേറ്റയാൾ പിന്നീട് മരണപ്പെടുകയും ചെയ്തു. പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിക്കാൻ മുൻകൈയെടുത്ത ഒരു യുവാവ് ടാക്സിക്കാരുടെ മനുഷ്യത്വമില്ലായ്മ നവമാധ്യമങ്ങളിലൂടെ സമൂഹത്തെ അറിയിച്ചതോടെയാണ് സംഭവം വിവാദമായത്. ഇതോടെ ടാക്സിക്കാർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലും അല്ലാതെയും വലിയ പ്രതിഷേധം മാളിക്കത്തി. പ്രതിഷേധവുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറുപയോഗിച്ച് ടാക്സി സ്റ്റാൻഡ് വളച്ചുകെട്ടി. മനുഷ്യത്വം മരവിച്ചവർക്ക് പൊതുമുതലായ ടാക്സി സ്റ്റാൻഡ് ഉപയോഗിക്കാൻ അവകാശമില്ലെന്ന ബോർഡ് സ്ഥാപിച്ചു. അതേസമയം പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിക്കാൻ തയ്യാറാകാത്ത ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതുവഴി വന്ന വല്ലപ്പുഴ ചുങ്കപ്ലാവ് സ്വദേശി ഫയാസാണ് തൻ്റെ കാറിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഫയാസിൻ്റെ കാർ മലപ്പുറം രജിസ്ട്രേഷനിലായതിനാൽ മലപ്പുറം സ്വദേശിയാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. വ്യാഴാഴ്ച രാവിലെ 9:30 കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മധ്യവയസ്കനായാളെ ലോറി ഇടിക്കുകയായിരുന്നു. കുറ്റക്കാരായ ടാക്സി ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ കുളപ്പുള്ളി മേഖലാ സെക്രട്ടറി അനുരാജും പറഞ്ഞു. ചോരയാവുമെന്ന് വെച്ചിട്ടും ഹോസ്പിറ്റൽ വരെ ഓടേണ്ട നഷ്ടം കണക്കാക്കിയിട്ടും ആ മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളൊരു ഇടപെടൽ ഈ ടാക്സി സ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐ ഇന്ന് പോലീസിനൊരു പരാതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശക്തമായ നടപടി പോലീസും മറ്റ് ഭരണകൂടങ്ങളും എടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ഒറ്റപ്പാലം ഷൊർണൂർ തൃശൂർ റൂട്ടിൽ വെള്ളിയാഴ്ച സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന ബസ്സുകളെ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ വി വിമലയും പോലീസും നിർബന്ധിച്ച് സ്റ്റാൻഡിൽ കയറ്റാൻ ശ്രമിച്ചതാണ് സമരത്തിന് കാരണം. ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു ബസ് ജീവനക്കാരുടെ ആരോപണം. കഴിഞ്ഞ ദിവസം കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിൽ ലോറി ഇടിച്ച് ഒരാൾ മരിക്കാനിടയായത് സ്റ്റാൻഡിന്റെ പുറത്ത് ബസ് നിർത്തി ആളുകളെ കയറ്റിയതുകൊണ്ടാണെന്ന പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറണമെന്ന് പോലീസ് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. ഒറ്റപ്പാലം തൃശൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ കയറാത്തതിനാൽ കുളപ്പുള്ളി സെന്ററിൽ നഗരസഭാ ചെയർപേഴ്സൺ വി വിമലയുടെ നേതൃത്വത്തിലുള്ള സംഘം ബസ്സുകൾ തടഞ്ഞു നിർത്തി സ്റ്റാൻഡിൽ കയറണമെന്ന് നിർദ്ദേശം നൽകിയതോടെയാണ് ബസ് ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചത്. നിർദ്ദേശം നൽകിയപ്പോൾ ബസ്സുകൾ സ്റ്റാൻഡിൽ ആദ്യം കയറിയെങ്കിലും രാവിലെ 10:30 പണിമുടക്ക് ആരംഭിച്ചത്. എല്ലാ സ്റ്റോപ്പുകളിലും ഓടിയെത്താനുള്ള സമയം ലഭിക്കാത്തതുകൊണ്ടാണ് കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറാത്തതെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറാൻ ഇനിയും നിർദ്ദേശിക്കുകയാണെങ്കിൽ റൂട്ടിലുള്ള ഓട്ടം നിർത്തുമെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. ഈ ഒറ്റപ്പാലത്ത് വണ്ടി ഷൊർണൂർ എത്തണേക്കാൻ 29 സ്റ്റോപ്പാണുള്ളത്. 29 സ്റ്റോപ്പ് 21 മിനിറ്റാണ് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി പ്രസ് പാസ് ചെയ്യുക. ഈ 21 മിനിറ്റിൽ പാസ് ചെയ്യണം. 9 സ്കൂളുകളുണ്ട്. 21 മിനിറ്റിൽ എങ്ങനെ ഈ 30 കിലോമീറ്റർ 15 കിലോമീറ്റർ ഞങ്ങൾ ഓടും? ഈ മരണപ്പാച്ചിൽ പോയാൽ ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടികൾ ഇവിടെ നിർത്തുക. 21 മിനിറ്റിൽ കുളപ്പള്ളി പ്രസ് പാസ് ചെയ്താലാണ് ഷൊർണൂർ റെയിൽവേ ആളെ കയറ്റാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ 6 ഇറക്കത്ത് സ്പീഡ് ചെക്ക് ചെയ്യണം. ഈ 60 കിലോമീറ്റർ സ്പീഡിൽ പോയ ഇത് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബസ്സുകാർ തമ്മിൽ തല്ലൂട്ടായി, മറ്റു വണ്ടികൾ ഇടിയായി. ഈ 6 മാസ കാലയളവിൽ വണ്ടികളൊന്നും കുളപ്പള്ളി സ്റ്റാൻഡിൽ പോയില്ല. ഈ ഷൊർണൂരും ഒറ്റപ്പാലം സ്റ്റേഷനുകൾ പരിശോധിച്ചാൽ അറിയാം, ഒരു വിദ്യാർത്ഥിയുടെ പരാതിയില്ല, ഒരു യാത്രക്കാരില്ല, വണ്ടി തട്ടുമുട്ടില്ല, ഒരു സമാധാനത്തിൽ ഓടിയിറന്നു. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എങ്ങനെ പണിയെടുക്കും?
അതാണ് ഞങ്ങളുടെ വിഷമം കൊണ്ട് നിർത്തിയതാണ്. ഇതിനെ ജുഡീഷ്യറി മാത്രമല്ല ഓണേഴ്സും ഇതിന് കൂട്ടാണ്. ഞങ്ങൾ എന്ത് തിക്കും തിരക്കും കൂട്ടിയിട്ടാലും വൈകുന്നേരത്ത് ബാലൻസ് കൊടുക്കുന്ന അവർക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മരണപ്പാച്ചിൽ പായാൻ വയ്യ. ഇതിന് ശാശ്വത ഒരു പരിഹാരം കാണണം. ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വലഞ്ഞു. ഒറ്റപ്പാലത്തും ഷൊർണൂരിലുമായി നിരവധി പേർ മറ്റു വാഹനങ്ങളെയാണ് ആശ്രയിച്ചത്. നവീകരിച്ച ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് ഫെബ്രുവരി 11 നാടിന് സമർപ്പിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യും. 3.5 കോടി രൂപ ചിലവ് പ്രതീക്ഷിച്ച് 2005 നിർമ്മാണം ആരംഭിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ 21 കോടി രൂപയാണ് ചിലവായത്. വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡ് അനിശ്ചിതത്തിനൊടുവിൽ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയാണ്. 2005 നിർമ്മാണം ആരംഭിച്ചത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ് ശിലാസ്ഥാപനം നിർവഹിച്ചതും. 3.5 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ച് ആരംഭിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഏകദേശം 21 കോടി രൂപയാണ് ചിലവായത്. കേരള അർബൻ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന വിവാദങ്ങൾക്ക് ശേഷമാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കുന്നത്. ഇന്റർലോക്ക് ടൈൽസ് വിരിക്കലും മേൽക്കൂരയുടെ പ്രവൃത്തിയും തീർന്നതോടെ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കരാറുകാരൻ നഗരസഭയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡ് കൈമാറുകയും ചെയ്തു. ഇനി വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഈ മാസം അവസാനത്തോടെ പൂർത്തിയാവും. കെട്ടിടത്തിലെ മുറികൾ വാടകയ്ക്ക് നൽകാനുള്ള ആദ്യഘട്ട ലേലവും പൂർത്തിയായി. ഒരു വലിയ ഹാൾ ഉൾപ്പെടെ 17 മുറികളാണ് ആദ്യഘട്ടത്തിൽ ലേലത്തിൽ പോയത്. മറ്റു മുറികൾക്കുള്ള ലേല നടപടികൾ തുടങ്ങാനിരിക്കുകയാണെന്ന് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ K. രത്നമ്മ പറഞ്ഞു. ഏകദേശം 108 കടമുറികൾ വിവിധ തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒറ്റപ്പാലം നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. ക്ലോക്ക് റൂം, വെയിറ്റിംഗ് ഷെഡുകൾ തുടങ്ങി 40ഓളം ബസ്സുകൾക്ക് ഒരു സമയം സ്റ്റാൻഡിൽ നിൽക്കാൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ തക്കവണ്ണമുള്ള സൗകര്യമാണ്. 7000ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. ഇത് പൊതുജനങ്ങൾക്ക് 11-ാം തീയതി ഫെബ്രുവരി മാസം 11-ാം തീയതി തുറന്നു കൊടുക്കും. സ്റ്റാൻഡിന്റെ പുറകുവശത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഉൾപ്പെടെയുള്ള നവീകരണത്തിനു ശേഷമാവും കടമുറികളുടെ രണ്ടാം ലേലം നടക്കുക. ഫെബ്രുവരി 11 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മണ്ണാർക്കാട് ദേശീയപാത നവീകരണത്തിൽ അഴുക്കുചാൽ നിർമ്മിക്കുന്നത് PWD ഓഫീസിനെ സംരക്ഷിച്ചുകൊണ്ടാണെന്ന് നാട്ടുകാർ. പ്രതിഷേധത്തെ തുടർന്ന് ഈ ഭാഗത്തെ പ്രവൃത്തികൾ നിർത്തിവെച്ചു. കോടതിപ്പടിയിൽ റവന്യൂ വകുപ്പ് അളന്നു നൽകിയതിലും ഉള്ളിലായി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിനെ സംരക്ഷിക്കുന്ന രീതിയിൽ അഴുക്കുചാൽ നിർമ്മിക്കുന്നുവെന്നാരോപിച്ചാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. പ്രശ്നം രൂക്ഷമായതോടെ നഗരസഭാ അധികൃതർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല. തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് വഴങ്ങി കരാറുകാർ വിവാദ സ്ഥലത്തെ പ്രവൃത്തി നിർത്തിവെച്ചു. ഈ ഭാഗത്ത് വീണ്ടും സർവേ നടത്തി എല്ലാ ഭാഗത്തും ചെയ്യുന്നത് പോലെ അതിർത്തിയിലൂടെ അഴുക്കുചാൽ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ബസ് സ്റ്റോപ്പിന്റെ അവിടെ PWD ഓഫീസിനെ പൊതുമുതൽ കയ്യേറിയ ഈ PWD ഓഫീസിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് ആ വർക്ക് തടഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ട് യഥാർത്ഥ ബൗണ്ടറി കൂടെ അത് ഗട്ടറാണെങ്കിലും മറ്റുള്ള എന്താണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ബൗണ്ടറി ക്ലിയർ ചെയ്യണം. ഞങ്ങൾ ഈ ഒട്ടുമിക്ക 5 സെൻറ്റോ അല്ലെങ്കിൽ 2 സെൻറ്റോ ഒരു PDR റൂമുള്ള ആളടക്കം വിട്ടുകൊടുത്തെങ്കിൽ പരിപൂർണമായിട്ടും കൊള്ളയടിച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഈ പൊതുമുതൽ എന്നുള്ള ഈ നാഷണൽ ഹൈവേയിൽ ഈ PWD ഓഫീസ് ഒരു രേഖയില്ലാതെ കയ്യേറിയിട്ടുള്ള അവിടുന്ന് ഒരു 6 അടി കൂടിയും വിട്ട് അതിൻ്റെ അകത്തോട്ടുള്ള സൗകര്യപ്രദമാക്കണം എന്നുള്ളതാണ് ഞങ്ങളെ എളിയ അഭിപ്രായം. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാടുള്ള എല്ലാ വിഭാഗങ്ങളിലുള്ള ആൾക്കാരും എല്ലാ ഏരിയകളിലുള്ള ആൾക്കാരും ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. യോഗത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവൃത്തി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ചെറുപ്പശ്ശേരി നഗരസഭയിലെ PMAY ലൈഫ് ഭവന നിർമ്മാണത്തിൽ പൂർത്തിയാക്കിയ വീടുകളുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 31 നടക്കും. 3 ഘട്ടങ്ങളിലായി
646 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. PMAY ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ഘട്ടങ്ങളിലായി 646 ഭവനരഹിതർക്കാണ് വീട് അനുവദിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അനുവദിച്ച 100 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ 324 ഭവനരഹിതർക്കും മൂന്നാം ഘട്ടത്തിൽ 222 പേർക്കുമാണ് വീട് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പണികൾ പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം 31-ാം തീയതി നടക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിലും ഭവനരഹിതർക്ക് വീട് അനുവദിക്കുന്ന കാര്യത്തിൽ നഗരസഭ പിറകോട്ട് പോയിട്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത് പറഞ്ഞു. ഘട്ടത്തിലേക്ക് നമുക്ക് അത്തരമൊരു സഹായം പോലും ഇല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ 222 വീടുകൾ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിന് നമ്മൾ നഗരസഭ തന്നെ സ്വയം ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് വേണം നമുക്ക് ആ വീടുകൾ പൂർത്തീകരിക്കുന്നതിനായിട്ട്. അത്തരം ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നഗരസഭയുടെ എത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലും ആളുകൾക്ക് ഒരു തലചായ്ക്കാനൊരു ഇടം എന്ന PMAY പദ്ധതി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് നഗരസഭയിലെ സമ്പൂർണ്ണ ഭവന ഗുണഭോക്താക്കളുള്ള നഗരസഭയാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ് നഗരസഭ. ഭവന പദ്ധതിക്കായി 4 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 2 ലക്ഷം രൂപ നഗരസഭയും ബാക്കിയുള്ള വിഹിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമാണ് നൽകുന്നത്. പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി 7 കോടി രൂപ വായ്പയെടുക്കാനാണ് നഗരസഭയുടെ നീക്കം. ഇടവേള. വാർത്തകൾ തുടരുന്നു. ദിനംപ്രതി നീർച്ചാലായി മാറിക്കൊണ്ടിരിക്കുന്ന കരിമ്പുഴ പുഴയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയോടെ പുഴയിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗ്രാമപഞ്ചായത്ത്. ഏതു വേനലിലും നീരുറവ വറ്റാത്ത കരിമ്പുഴ പുഴയുടെ നിലവിലെ സ്ഥിതി വളരെ പരിതാപകരമാണ്. പുഴയിൽ സ്ഥിരം തടയണ വേണമെന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യത്തിന് 30 വർഷത്തിലേറെ പഴക്കമുണ്ട്. ദിനംപ്രതി നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കരിമ്പുഴ പുഴയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കരിമ്പുഴ പാലത്തിന് സമീപത്തായി ജനകീയ കൂട്ടായ്മയോടെ താൽക്കാലിക തടയണ നിർമ്മിക്കാനൊരുങ്ങുകയാണ്. പുഴയിലെ കാടുവെട്ടി താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്നും തുകയും വകയിരുത്തിയിട്ടുണ്ട്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 10,000-കണക്കിന് ആളുകൾക്ക് കുടിക്കാനും കാർഷിക ആവശ്യത്തിനും ഉപകരിക്കപ്പെടുന്ന കരിമ്പുഴ പുഴ ഇന്ന് വറ്റി വരണ്ട് ഉപയോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ കാലത്ത് വരുന്ന ഗവൺമെൻറ്റുകളോടും ഇവിടെ ഒരു സ്ഥിരം തടയണ വേണമെന്ന ആവശ്യവുമായി അതാത് കാലത്തെ പഞ്ചായത്ത് ഭരണസമിതികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അക്കാര്യത്തിൽ ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ വേണ്ടത്ര ഒരു കനിവ് ഇതുവരെ ഉണ്ടായതായി കാണുന്നില്ല. ഏതായാലും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിമ്പുഴ പുഴയുടെ പാലത്തിന് മുകളിലുള്ള ഭാഗം മരങ്ങളെയൊക്കെ നീക്കം ചെയ്ത് ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി പദ്ധതി വിഹിതം നീക്കിവെക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന തടയണ ജനങ്ങൾ നിർമ്മിച്ച തടയണ കേടുപാടുകൾ നീക്കി നന്നാക്കുന്നതിനും മണൽ ചാക്കുകൾ നിറച്ച് വീണ്ടും തടയണ പുനർനിർമ്മിക്കാനും പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് നീക്കിവെക്കുകയും അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണത്തോടു കൂടിയും അതുപോലെ വിദ്യാലയങ്ങളുടെയും മറ്റും വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയും പുനർനിർമ്മിക്കാനും അതുവഴി ഈ പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുന്നതിനും ഞങ്ങൾ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്നാൽ പുഴയ്ക്ക് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും തുക വകയിരുത്തിയിരുന്നെങ്കിൽ താൽക്കാലിക തടയണ പൂർത്തിയാക്കാനാകും. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജനകീയ കൂട്ടായ്മയോടെ പുഴയിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചിരുന്നു. എന്നാൽ തടയണ നിർമ്മിച്ചതിന് തൊട്ടുപിറകെ സാമൂഹ്യ വിരുദ്ധർ തടയണയുടെ ഒരു ഭാഗം പൊളിക്കുകയും ചെയ്തിരുന്നു. ഈ തടയണ നിർമ്മിച്ച സ്ഥലത്തു തന്നെയാണ് ഗ്രാമപഞ്ചായത്തും താൽക്കാലിക തടയണ നിർമ്മിക്കാനൊരുങ്ങുന്നത്. പുഴയിൽ സ്ഥിരം തടയണ നിർമ്മിക്കുന്നതിനായി കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നെങ്കിലും അത് കടലാസിൽ മാത്രം ഒതുങ്ങുകയാണുണ്ടായത്. എല്ലാ വർഷവും വകുപ്പ് അധികൃതർ സ്ഥിരം തടയണയ്ക്കായി സ്ഥലപരിശോധന നടത്തുന്നുണ്ടെങ്കിലും വെറും പ്രഹസനമായി മാറുകയാണ്. ഏതു വേനലിലും നീരുറവ് വറ്റാത്ത പുഴ നിലവിൽ നീർച്ചാലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായാണ് പുഴയിൽ ഇത്തരത്തിൽ വെള്ളം കുറവായി കാണപ്പെടുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ചെറുതും വലുതുമായ 100-ലധികം മോട്ടോറുകളാണ് പുഴയിൽ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഈ കിണറുകളിൽ വെള്ളം ലഭ്യമാകാത്ത സാഹചര്യവുമുണ്ട്.
മിക്ക കിണറുകളിലേക്കും പുഴയിലൂടെ JCB ഉപയോഗിച്ച് ചാൽക്കീറിയാണ് വെള്ളമെത്തിക്കുന്നത്. തൂതപ്പുഴയിലെ കുൽക്കല്ലൂർ ചുണ്ടമ്പറ്റയിൽ അനധികൃതമായി മണൽ വാരൻ ഉപയോഗിച്ച തോണി കൊപ്പം പോലീസ് പിടികൂടി. കൊപ്പം SI MP രാജേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മണൽ വാരുകയായിരുന്ന 3 പേർ ഓടി രക്ഷപ്പെട്ടു. ചെറുപ്പശ്ശേരി കാറൽമണ്ണയിൽ കാൽനടയാത്രക്കാരൻ മിനി ലോറി ഇടിച്ചു മരിച്ചു. കൈതക്കൽ വീട്ടിൽ 80-കാരൻ അഹമ്മദാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സമീപത്തെ പള്ളിയിൽ നിന്നും ജുമാ നമസ്കാരം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വന്ന മിനി ലോറി ഇടിച്ചത്. നിർത്താതെ പോയ മിനി ലോറിയെയും ഡ്രൈവറെയും കരുമാനാംകുറിശ്ശിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ശനിയാഴ്ച കാറൽമണ്ണ ജുമാ മസ്ജിദിൽ ഖബറടക്കും. CPM മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി മൺമറഞ്ഞ K. സെയ്തലവിക്കുട്ടിയെ പെരിന്തൽമണ്ണയിൽ അനുസ്മരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായിരുന്ന മൺമറഞ്ഞ K. സെയ്താലിക്കുട്ടി അനുസ്മരണ സമ്മേളനം CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി രമേശൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. V. രാജേന്ദ്രൻ, MM. മുസ്തഫ തുടങ്ങിയവരും സംസാരിച്ചു. ചെറുപ്പശ്ശേരി അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. വൈകിട്ട് ദേശത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇണക്കാളക്കോലങ്ങൾ അയ്യപ്പൻകാവിലെത്തിയ ശേഷം നഗരം ചുറ്റി ക്ഷേത്രത്തിൽ സംഗമിച്ചു. സുരക്ഷിത ഭക്ഷണത്തിന് സുഭിക്ഷ പദ്ധതിയുമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത്. വനിതകളുടെ പങ്കാളിത്തത്തോടെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയാണ് സുഭിക്ഷ. മായമില്ലാത്ത മുട്ടയും ഇറച്ചിയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ. സുരക്ഷിത ഭക്ഷണം എന്ന ആശയവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 39 ഗ്രൂപ്പുകളിലെ 155 വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയാണ് ഇതുവഴി നടപ്പിലാക്കുന്നത്. വായ്പാ ബന്ധിത പദ്ധതിയായ സുഭിക്ഷയ്ക്ക് വേണ്ടി 18.6 ലക്ഷം രൂപ വായ്പ ലഭ്യമായിട്ടുണ്ട്. ഇതിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 9.3 ലക്ഷം രൂപ സബ്സിഡിയായി നൽകും. പദ്ധതിയുടെ ഭാഗമായി 155 കോഴിക്കൂടുകൾ, 4030 കോഴിക്കുഞ്ഞുങ്ങൾ, 7750 കിലോ കോഴിത്തീറ്റ എന്നിവയാണ് നൽകുന്നത്. പ്രതിരോധ കുത്തിവെപ്പും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കും. ABPG ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ പദ്ധതി വിശദീകരണം നടത്തി. PM നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജ്യോതിവാസൻ, T. രാമചന്ദ്രൻ, P. അംബുജാക്ഷി, ഉഷാനാരായണൻ, K. പ്രീത, K. ശാന്തകുമാരി, K. വിനോദ് കുമാർ, പഴനിസ്വാമി, നാമകൽ സുരേഷ് എന്നിവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. SYS ജില്ലാ പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച മണ്ണാർക്കാട് നടക്കും. നെല്ലിപ്പുഴയിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിൽ രാവിലെ 10 മുതൽ സമ്മേളനം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 6 പതിറ്റാണ്ട് കാലം കേരളത്തിലെ മതവൈജ്ഞാനിക, സാമൂഹിക, സാംസ്കാരിക, നവോത്ഥാന രംഗങ്ങളിൽ സാന്നിധ്യമായ സമസ്ത കേരള ജുന്നി യോജന സംഘത്തിന്റെ ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് ശനിയാഴ്ച മണ്ണാർക്കാട് നടക്കുന്നത്. ജില്ലയിലെ യൂണിറ്റ്, സർക്കിൾ, സോൺ, ജില്ലാ മെമ്പർഷിപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് സംഘം വീണ്ടും ഒത്തുചേരുന്നത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് സമ്മേളനം നടക്കുക. സമ്മേളനത്തിൽ സംസ്ഥാന കേന്ദ്ര മുഷാവറാംഗങ്ങളായ കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, സംസ്ഥാന ഭാരവാഹികളായ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദിനി, മുഹമ്മദ് പറവൂർ, MB സിദ്ദീഖ് സഖാഫി, മുഹമ്മദ് സാദിഖ് വെളിമുക്ക്, ജില്ലാ ഭാരവാഹികളായ NK സിറാജുദ്ദീൻ ഫൈസി, ഉമർ മദിനി, EV അബ്ദുറഹ്മാൻ ഹാജി, PP മുഹമ്മദ് കുട്ടി, TPM കുട്ടി മൗലവി, ഉസ്മാൻ സഖാഫി പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 5 മണിക്ക് യൂത്ത് റാലി അങ്ങാടിയിൽ നടക്കും. ഈ 15 അംഗങ്ങൾ പങ്കെടുക്കുന്ന റാലിയാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ
ഈ ജില്ലാ സമ്മേളനവും യൂത്ത് കൗൺസിലും പൂർത്തീകരിക്കുന്നതോടുകൂടെ ഫെബ്രുവരി 2 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന യൂത്ത് കൗൺസിൽ സമ്മേളനത്തിലും വെച്ച് പുതിയ സംസ്ഥാന നേതൃത്വവും രൂപപ്പെടുകയും അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനും SYS തലത്തിൽ പൂർത്തിയാവുകയും ചെയ്യുന്നത്. ഭാരവാഹികളായ സുലൈമാൻ ചുണ്ടമ്പറ്റ, MA നാസർ സഖാഫി, അബൂബക്കർ അവണക്കുന്ന്, ഉസ്മാൻ വിളയൂർ, സലീം മിസ്ബാഹി, സിദ്ദിഖ് കോൽപ്പാടം, ഹംസ കാവുണ്ട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് സമ്മേളനം ശനിയാഴ്ച നടക്കും. സംസ്ഥാന പ്രസിഡന്റ് കാജ ഹുസൈൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ 12ാമത് സമ്മേളനമാണ് ശനിയാഴ്ച നടക്കുന്നത്. ഇൻഷുറൻസിലൂടെ ടോട്ടൽ ലോസ്, പ്രളയം എന്നിവയിൽ കുടുങ്ങിയ വാഹനങ്ങളുടെ RC ബുക്കിൽ ടോട്ടൽ ലോസ് എന്ന് രേഖപ്പെടുത്തുക, RC ബുക്ക് ക്യാൻസൽ ചെയ്യുക, RC ട്രാൻസ്ഫർ ചെയ്ത് 3 മാസത്തിനു ശേഷം പഴയ ഓണർക്ക് വാഹനത്തിന്മേൽ യാതൊരുവിധ അവകാശവാദവും ഉന്നയിക്കുവാൻ കഴിയില്ല എന്ന വ്യവസ്ഥ സ്ഥാപിച്ചെടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക, മോട്ടോർ വാഹന നിയമപ്രകാരം കുറ്റകൃത്യങ്ങളിൽ തൊണ്ടി മുതലായും നിലവിൽ കേസുകളിൽപ്പെട്ടതുമായ വാഹനങ്ങൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി RTO പോലീസ് വെബ്സൈറ്റുകളിൽ പ്രദർശിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം മുന്നോടിയായിട്ട് ജനുവരി 26-ാം തീയതി 3 മണിക്ക് ഹിൽ വ്യൂ ടവറിൽ വെച്ചിട്ട് ജനറൽ ബോഡി കൂടുകയും അന്ന് തന്നെ അടുത്ത 3 വർഷം ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നു. 3 വർഷത്തേക്കുള്ള ഭാരവാഹി തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടകൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് NH കാജ ഹുസൈൻ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജനറൽ സെക്രട്ടറി U സബരി എന്നിവരാണ്. നമ്മൾ സർക്കാരിൻ്റെ ഒരു നിവേദനം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിവേദനം ഇൻഷുറൻസിലും ടോട്ടൽ ലോസ്, പ്രളയം എന്നിവയിൽ കുടുങ്ങിയ വാഹനങ്ങൾ RC ബുക്കിൽ ടോട്ടൽ ലോസ് എന്ന് രേഖപ്പെടുത്തുക, RC ബുക്ക് അല്ലെങ്കിൽ RC ബുക്ക് ക്യാൻസൽ ചെയ്യുക. ഭാരവാഹികളായ OM സുഹൈബ്, M അബ്ദുൽ നാസർ, ഗസാഫർ അലി, അസീസ് മേലത്തൂർ, സലീം മട്ടത്തൂർ, അബ്ദുൽ ഖാദർ, താഹിർ, വർഗീസ് ബാബു, സൗക്കത്ത് ഹൈദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ISM പാലക്കാട് ജില്ലാ പ്രതിരോധ സംഗമം ശനിയാഴ്ച മണ്ണാർക്കാട് നടക്കും. കരുതാം, കൈകോർക്കാം, ലഹരിക്കെതിരെ എന്ന പ്രമേയവുമായി ജനുവരി 1 മുതൽ 31 വരെ നടക്കുന്ന സംസ്ഥാന പ്രചരണത്തിന്റെ ഭാഗമായാണ് പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുന്നത്. കരുതാം, കൈകോർക്കാം, ലഹരിക്കെതിരെ എന്ന പ്രമേയവുമായി ISM സംസ്ഥാന കമ്മിറ്റി ജനുവരി 1 മുതൽ 31 വരെ നടത്തുന്ന ISM സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായാണ് ISM പാലക്കാട് ജില്ലാ കമ്മിറ്റി മണ്ണാർക്കാട് പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുന്നത്. KNM സംഘടനാ കാര്യസമിതി ചെയർമാൻ P മുഹമ്മദ് അലി അൻസാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ MK സുബൈദ മുഖ്യ അതിഥിയാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങൾ നാട്ടൊരുമ എന്ന പേരിലും വിദ്യാർത്ഥികൾക്കിടയിൽ കുരുന്നുകൂടി എന്ന പേരിലും ക്യാമ്പസുകളിൽ ക്യാമ്പസ് ലോഗിൻ എന്ന പേരിലും സംസ്ഥാന വ്യാപകമായി ജനുവരി 26 ജില്ലകളുടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ISM പ്രതിരോധ സംഗമങ്ങളും സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ISM കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിരോധ സംഗമം ജനുവരി 26-ന് 4 മണി മുതൽ വൈകുന്നേരം 9 വരെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കുന്നു. ഭാരവാഹികളായ ISM പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബഷീർ, ഓർഗനൈസിംഗ് സെക്രട്ടറി അബു ഫൈസി അൻസാരി, നൌഫൽ ചെറുക്കൽപ്പടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പ്രളയബാധിതർക്ക് കൈത്താങ്ങായി ജോയ് ആലുക്കാസ് ഗ്രൂപ്പ്. പ്രളയബാധിതർക്കായി ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് നടപ്പാക്കുന്ന ജോയ് ഹോം പദ്ധതിയിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം പെരിന്തൽമണ്ണ ഏലംകുളത്ത് നടന്നു. സംസ്ഥാനത്തെ പ്രളയബാധിതർക്കായി 15 കോടി രൂപ ചിലവഴിച്ച് 250 വീടുകളാണ് ജോയ് ആലുക്കാസ് നിർമ്മിച്ചു നൽകുന്നത്. ജോയ് ഹോംസ് എന്ന പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ ജോയ് ആലുക്കാസ് ഷോറൂമിൻ്റെ കീഴിൽ 1ാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ആദ്യ വീടിൻ്റെ ശിലാസ്ഥാപനം ഏലംകുളത്ത് നടന്നു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് കക്കാട്ടുപാലത്തുള്ള റുക്കിയയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ വേണു, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ആയിഷ, ഗ്രാമപഞ്ചായത്ത് അംഗം ഉമ്മർ,
ജോയ ലുക്കാസ്, ജോയ് ഹോംസ് കോർഡിനേറ്റർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ശിലാസ്ഥാപനം നടന്നത്. പെരുമ്പാറ MIC മസ്ജിദിലെ മമ്മി മുസ്ലിയാർ ശിലാസ്ഥാപനം നിർവഹിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ ഇവരുടെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഇവർക്ക് വീട് നിർമ്മാണത്തിനുള്ള തുകയുടെ ആദ്യ ഗഡു 1 ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി. ഈ വീട് കൂടാതെ പെരിന്തൽമണ്ണ ജോയ ലുക്കാസിന്റെ കീഴിൽ 4 വീടുകൾ കൂടി പൂർത്തീകരിക്കും. ചെറുപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിന്റെ 41ാമത് വാർഷികാഘോഷം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. ചെറുപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിലെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. വ്യാഴാഴ്ച LKG UKG വിദ്യാർത്ഥികളുടെ കിഡ് ഫെസ്റ്റും വെള്ളിയാഴ്ച വാർഷികാഘോഷവും നടക്കും. പരിപാടികൾക്ക് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി സ്കൂൾ പ്രിൻസിപ്പൽ ഡേയ്സ് കെ മാത്യു പറഞ്ഞു. ഈ 31 ജനുവരി കുട്ടികളുടെ കിഡ് ഫെസ്റ്റ് എന്ന് പറയുന്നത് LKG UKG കുട്ടികളുടെ പരിപാടികളാണ്. അത് ഉച്ചയ്ക്ക് 1 മണിക്ക് പുലാപ്പറ്റ സെൻട്രൽ UP സ്കൂളിലെ അധ്യാപകനും ചെറുകഥാകൃത്തും അതുപോലെ തന്നെ ഭാഷാ അധ്യാപകനായിട്ട് കേരള സ്റ്റേറ്റിൽ ബെസ്റ്റ് അവാർഡ് വിന്നറുമായ K. സുരേഷ് അദ്ദേഹമായിരിക്കും ആ ചടങ്ങ് ഇനാഗറേറ്റ് ചെയ്യുന്നത്. ഇനാഗറേഷന് ശേഷം കുട്ടികളുടെ വിവിധ പരിപാടികൾ ഇവിടെ സ്റ്റേജിൽ അരങ്ങേറുന്നതാണ്. തൊട്ടടുത്ത ദിവസം 1 ഫെബ്രുവരി 2019 ഈ സ്കൂളിൻ്റെ ആനുവൽ ഡേ സ്കൂൾ ക്യാമ്പസിൽ അരങ്ങേറുന്നതാണ്. കിഡ്സ് ഫെസ്റ്റ് അധ്യാപക അവാർഡ് ജേതാവും ചെറുകഥാകൃത്തുമായ P. സുരേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാലയത്തിന്റെ 41ാമത് വാർഷികാഘോഷ പരിപാടി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീല എംസും ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളിലായി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അംബുജാക്ഷി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടിലിക്കാട് അംഗനവാടിയിലെ കുട്ടികൾക്കാണ് സൗജന്യ യൂണിഫോമുകൾ വിതരണം ചെയ്തത്. 11ാം വാർഡ് അംഗം K. സീതാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. അംഗനവാടി വർക്കർ ഉഷ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സുബ്രഹ്മണ്യൻ, മുൻ കൃഷി ഓഫീസർ K. കുമാരൻ, ചന്ദ്രമോഹനൻ, ഹൈസ്കൂൾ ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് K. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അംഗനവാടി ക്ഷേമസമിതിയും പരിസരവാസികളും ചേർന്നാണ് അംഗനവാടിയിലെ മുഴുവൻ കുട്ടികൾക്കുമുള്ള യൂണിഫോം സൗജന്യമായി നൽകിയത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജും OCM ചാരിറ്റബിൾ സൊസൈറ്റിയുമായി മാനുഷിക ബന്ധങ്ങളുടെയും ആശയ വിനിമയങ്ങളുടെയും മനഃശാസ്ത്രം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാല ഡോക്ടർ ഹുസൈൻ അണ്ടത്താണി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. നെല്ലിപ്പുഴ നജാത്ത് കോളേജിലെ മനഃശാസ്ത്ര വിഭാഗവും മലപ്പുറത്തെ OCM ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി മാനുഷിക ബന്ധങ്ങളുടെയും ആശയവിനിമയ രീതികളുടെയും മനഃശാസ്ത്രം എന്ന വിഷയത്തിൽ ദ്വിദിന ശില്പശാല നടത്തുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ജനുവരി 26, 27 തീയതികളിൽ 5 സെക്ഷനുകളായി വിദഗ്ധരുടെ ക്ലാസുകളും ചർച്ചകളും ഉണ്ടാകും. യോഗ പരിശീലനം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ മണിലാൽ ഉൾപ്പെടെയുള്ള പ്രശസ്തരാണ് ഓരോ വിഷയവും കൈകാര്യം ചെയ്യുന്നതെന്നും സംഘാടകർ പറഞ്ഞു. സംസ്ഥാനത്തിന് അകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രൊഫഷണലുകൾ എന്നിവരടക്കം 150 പേർ ക്യാമ്പാംഗങ്ങളായി പങ്കെടുക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. നജാത്ത് ആർട്സ് സയൻസ് കോളേജിന്റെ സൈക്കോളജി വിഭാഗവും മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന OCM ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി 26, 27 തീയതികളിലായി ശനി ഞായർ ദിവസങ്ങളിൽ 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുകയാണ്. സൈക്കോ സോഷ്യൽ ട്രെയിനിങ് വർക്ക്ഷോപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഫോറിയ 2K19 വർക്ക്ഷോപ്പ്. യുവാക്കളുടെ സ്വഭാവ രൂപീകരണം, മനുഷ്യബന്ധങ്ങൾ അറ്റുപോകുമ്പോൾ ചിതറിക്കിടക്കുന്ന മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കൽ, മനഃശാസ്ത്രപരമായ ചർച്ചകൾ നടത്തി ഇത്തരം വഴിവിട്ടു പോകുന്ന ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കലാണ് ഈ ചർച്ചയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് അലി, മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആരിഫ് ഹാജി, സെക്രട്ടറി TS സലാം, സൈക്കോളജി വകുപ്പ് മേധാവി സുനിത, OCM ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി സൂറത്ത്, അജ്മൽ ഇൻപിയാസ്, വിദൂഷ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു.
ഇനി എൻ്റെ അഭിപ്രായം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഹാക്കർമാരുടെ വെളിപ്പെടുത്തൽ വന്നിട്ടും അടുത്ത തെരഞ്ഞെടുപ്പുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇത് എത്രത്തോളം ജനങ്ങൾ വിശ്വാസത്തിലെടുക്കും? ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. അപ്പോൾ ജനങ്ങൾക്ക് ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുകയും ചെയ്യണമെങ്കിൽ അത് നിലനിർത്തണമെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം വരേണ്ടത്. പിന്നെ VVPAT എന്നുള്ള ഒരു രീതി അതായിരിക്കും കുറേ കൂടെ സ്വീകാര്യത. കാരണം തിരിച്ചുപോക്ക് ഒരു പഴഞ്ചൻ രീതിയിലേക്ക് തിരിച്ചുപോക്ക് അത്ര എളുപ്പമല്ല, അത്ര ഈസി അല്ല ഈ ജനാധിപത്യ സംവിധാനത്തിൽ. അപ്പോൾ VVPAT ആയിരിക്കും അതിനൊരു പരിഹാരം എന്ന് തോന്നുന്നു. എന്നിട്ട് വിശ്വാസം നേടിയെടുക്കുക, അങ്ങനെയാണ് തോന്നുന്നത്. മറ്റത് പേപ്പർ ബാലറ്റേക്ക് തിരിച്ചു പോകുന്നത് പറഞ്ഞാൽ പണനഷ്ടവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇലക്ട്രോണിക് മാധ്യമത്തെ അത്ര തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ബാധ്യതയാണ് എന്നാണ് തോന്നുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഇതുപോലെയുള്ള പ്രസ്താവനകളൊക്കെ ഓരോരോ ഭാഗത്തുനിന്ന് കോണുന്നുണ്ടാകുമ്പോൾ വളരെയധികം ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഈ ബാലറ്റിലൊക്കെ വലിയ രീതിയിൽ മിഷനിലൊക്കെ വലിയ രീതിയിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മൊത്തത്തിൽ ലോകം, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും ചർച്ച ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഈ രാജ്യത്തെ വോട്ടർമാരെ വിശ്വാസത്തിലെടുത്ത് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വോട്ടിംഗ് വന്നാൽ തന്നെ സത്യസന്ധമായ രീതിയിൽ ജനങ്ങളുടെ ആ ഒരു ആധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കുകയുള്ളൂ. അതല്ല ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ തകരാറാണെന്നുണ്ടെങ്കിൽ തകരാറ് മാറ്റിയാൽ മതി. ഇത് ഹാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഹാക്കിംഗ് പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാലറ്റ് പേപ്പർ ആയി കഴിഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനൊന്നും ഒരു പ്രശ്നവും വരില്ല. ഇപ്പം നമ്മളൊക്കെ വോട്ടർമാരാണല്ലോ, പേപ്പറിലും ഇതായിരുന്നു. ഇപ്പം മിഷയത്തിൽ വോട്ട് ചെയ്യാനാണ് കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സംഘടിപ്പിച്ച ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ ബമ്പർ വിജയികളെ തെരഞ്ഞെടുത്തു. വിജയികൾക്ക് ഫെബ്രുവരി 2 നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂമിൽ 100 ദിവസമായി നടന്നു വന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ വിജയികളെ തിരഞ്ഞെടുത്തു. ഷോറൂമിൽ നടന്ന മെഗാ നറുക്കെടുപ്പിലാണ് ബമ്പർ വിജയികളെ തിരഞ്ഞെടുത്തത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ നിഷി അനുരാജ്, കൗൺസിലർ കെ വസന്ത, ലീഗൽ മെട്രോളജി വകുപ്പ് സീനിയർ ഇൻസ്പെക്ടർ സുജ എസ് മണി എന്നിവർ നറുക്കെടുപ്പിലൂടെ ബമ്പർ വിജയികളെ തിരഞ്ഞെടുത്തത്. രണ്ടാം സമ്മാന വിജയി തഹസീല റഷീദ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർമാരായ KP ഉസ്മാൻ, KP ഉമർ, EK ഫായിസ്, സുൽഫിക്കർ അസ്ലാം അൻസാരി, K ആദിൽ, ഫസലുർ റഹ്മാൻ, അമ്പളിപ്പറമ്പൻ, മാനേജർമാരായ നിസാമുദ്ദീൻ, യാക്കൂബ് എന്നിവരും പങ്കെടുത്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഫെബ്രുവരി 2 ഷോറൂമിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ യുവാക്കളുടെ ആവേശമായി മാറിയ ഫിറോസ് കുന്നംപറമ്പലിനെ ചടങ്ങിൽ ആദരിക്കും. സംഗീത വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് സമീപം അജ്ഞാതൻ മരിച്ച സംഭവം. ടാക്സി ഡ്രൈവർമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടാക്സി സ്റ്റാൻഡ് വളച്ചുകെട്ടി പ്രതിഷേധിച്ചു. ഒറ്റപ്പാലം ഷൊർണൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറണമെന്ന നഗരസഭാ നിലപാടിൽ പ്രതിഷേധിച്ച് ആവശ്യം തുടർന്നാൽ സർവീസ് നിർത്തിവെക്കുമെന്ന ഭീഷണിയുമായി സ്വകാര്യ ബസ് തൊഴിലാളികൾ.
നവീകരിച്ച ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ഫെബ്രുവരി 11 പൂർണ്ണമായി തുറന്നുകൊടുക്കും. 2005 ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയായത് 2019. മണ്ണാർക്കാട് ദേശീയപാത നവീകരണത്തിൽ PWDയുമായി ഒത്തുകളിയെന്ന് ആക്ഷേപം. കോടതിപ്പടിയിലെ PWD ഓഫീസിനെ സംരക്ഷിച്ചാണ് പ്രവൃത്തിയെന്നും ആക്ഷേപം. പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. കരിമ്പുഴപ്പുഴ സംരക്ഷണവുമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. ജലസംരക്ഷണത്തിനായി ജനകീയ കൂട്ടായ്മയിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാനൊരുങ്ങി ഗ്രാമപഞ്ചായത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.